ഒറ്റക്കമ്പി അഥവാ സിംഗിൾ ക്ലിപ്പ് യൂസ് ചെയ്ത് നിരതെറ്റിയിരിക്കുന്ന പല്ലുകളെ നേരെയാക്കാനാണ് കൂടുതലായി ആൾക്കാർക്ക് താല്പര്യം. ഈ ഒറ്റക്കമ്പി പ്രിഫർ ചെയ്യാനുള്ള പ്രധാന കാരണം ബഡ്ജറ്റ് തന്നെയാണ്. അതായത് ഫിക്സഡ് ആയിട്ടുള്ള ആ ഒരു മെറ്റൽ ബ്രേസസ് യൂസ് ചെയ്യുന്നതിനേക്കാളും വളരെയധികം റേറ്റ് കുറവാണ് ഈ പറയുന്ന ഒറ്റക്കമ്പിക്ക്. അതുപോലെ തന്നെ ഈ റിമൂവബിൾ ആയതുകൊണ്ട് ആഹാരം കഴിക്കാം, പിന്നെ ഭയങ്കരമായിട്ടുള്ള പ്രഷറൊന്നും പല്ലിന് ഉണ്ടാക്കത്തില്ല. അങ്ങനത്തേക്ക് അഡ്വാൻറ്റേജ് ഉള്ളതുകൊണ്ടാണ് പലരും ഈ പറയുന്ന ഒറ്റക്കമ്പി ചൂസ് ചെയ്ത് വരുന്നത്. എന്നാൽ ഇതിന്റെ ദോഷവശങ്ങളെ പറ്റി പലർക്കും അറിയത്തില്ല. ഇനി അറിഞ്ഞിരുന്നാൽ കൂടി അതിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല. കാലങ്ങളായിട്ട് നമ്മൾ ഈ പറയുന്ന ഒറ്റക്കമ്പി ഒരു റീറ്റെയിനർ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഫിക്സഡ് ആയിട്ടുള്ള ഓർത്തോൺ ട്രീറ്റ്മെന്റിന് ശേഷം നമ്മൾ പല്ലുകൾ വീണ്ടും പഴയ പൊസിഷനിൽ പോകാനുള്ള ടെൻഡൻസി വളരെയധികം കൂടുതലാണ്. അങ്ങനെ പോകാണ്ടിരിക്കാനായിട്ട് നമ്മൾ പല്ലുകൾ അതേ പൊസിഷനിൽ പിടിച്ചേർത്താൻ ഉപയോഗിക്കുന്നതാണ് ഈ പറയുന്ന റീറ്റെയിനേഴ്സ് അഥവാ ഒറ്റക്കമ്പി എന്ന് പറയുന്നത്. എന്നാൽ ഈ പറയുന്ന ഒറ്റക്കമ്പിൽ ചില മോഡിഫിക്കേഷൻസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 1 mm സ്പേസിങ്ങോ അല്ലെങ്കിൽ ചെറിയൊരു ഉന്തലൊക്കെ നമുക്ക് കറക്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ അകത്ത് ടങ് ഗ്രിപ്പ് എന്ന് പറയുന്ന അപ്ലയൻസ് വെച്ച് കഴിഞ്ഞാൽ ഈ നാക്കുന്നുന്ന സ്വഭാവം അല്ലെങ്കിൽ ഈ കൈ ചുക്കുന്ന സ്വഭാവം, തം സക്കിങ് എന്ന് പറയുന്ന ഹാബിറ്റ്, അങ്ങനത്തെ കുറച്ച് ഹാബിറ്റ് ബ്രേക്ക് ചെയ്യാൻ നമുക്ക് ഈ പറയുന്ന റീറ്റെയിനേഴ്സിന്റെ മോഡിഫിക്കേഷൻ കൊണ്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ ഈ ഒറ്റക്കമ്പി സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാരോട് ചോദിച്ചാൽ അറിയാം, ഈ മിക്കപ്പോഴും അവർ മേളത്തെ പല്ല് മാത്രമേ ഈ ഒറ്റക്കമ്പി യൂസ് ചെയ്യുന്നത്. ഈ ഒറ്റക്കമ്പി യൂസ് ചെയ്യുന്ന സമയത്ത് പല്ലുകളെല്ലാം ഉള്ളിലോട്ട് പോകുന്നതായിട്ട് ഫീൽ ചെയ്യും. അതേസമയം 1-2 ദിവസം ഉപയോഗിക്കാണ്ടിരുന്നു കഴിഞ്ഞാൽ ഈ പല്ലുകളെല്ലാം വീണ്ടും പുറത്തോട്ട് വരുന്നതായിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ അങ്ങനെ സ്ഥിരമായിട്ട് ഉള്ളിലോട്ടും പുറത്തോട്ടും ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ പല്ലിന് ഭയങ്കരമായിട്ടൊരു നെഗറ്റീവ് എഫക്റ്റ് ആണ് ഉണ്ടാക്കുന്നത്. ഇനിയെങ്കിലും പല്ലുകൾക്ക് ഉന്തലുണ്ടെങ്കിലോ അല്ലെങ്കിൽ പല്ലുകൾക്കിടയ്ക്ക് സ്പേസ് ഉണ്ടെങ്കിലോ ഒരു പല്ലിന് മേളിൽ കയറിയ കണ്ടീഷനാണ് നിങ്ങൾ ഡെന്റിസ്റ്റിനോ ഓർത്തോഡോണ്ടിസ്റ്റിനോ കാണിച്ച് ഫിക്സ്ഡ് ഉള്ള ഓർത്തോഡോണ്ടിക് ട്രീറ്റ്മെന്റ് ചൂസ് ചെയ്യുക. അതായത് കമ്പിയിട്ട് ശരിയാക്കുകയോ അല്ലെങ്കിൽ അലൈനേഴ്സ് യൂസ് ചെയ്ത് ശരിയാക്കുകയോ ചെയ്യുക. സോ ഓൾവേസ് ബി ഹെൽത്തി ആൻഡ് കീപ് സ്മൈലിംഗ്.